നമുക്ക് നമ്മുടെ കൃഷിഭവനിൽ കിട്ടിയ ഒരു കിറ്റാണിത് കണ്ട. അപ്പോൾ നിങ്ങളുടെയൊക്കെ കൃഷിഭവനിൽ ഇങ്ങനെ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ കയറണം. ഏതെങ്കിലും വെച്ചാൽ നമ്മുടെ കൃഷിഭവൻ്റെ ഗ്രൂപ്പുകളുണ്ടാവും. അതിൽ എല്ലാവരും പോയിട്ട് നമ്മുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ അതിൽ ആഡ് ചെയ്യിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ മെസ്സേജ്. അപ്പോൾ അത് നമ്മൾ കൊടുത്തത് ഫെബ്രുവരി 10-ാം തീയതി അവർ മെസ്സേജ് ഇട്ടിട്ട് ലാസ്റ്റ് ഡേറ്റ് 20-ാം തീയതി ആയിരുന്നു ഫെബ്രുവരി. അത് കഴിഞ്ഞിപ്പോൾ മാർച്ച് 5-ാം തീയതി ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ വിത്തുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെരിഞ്ഞ് കാണിക്കാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കിട്ടിയവർ ഉണ്ടെങ്കിൽ, കൃഷിഭവൻ മുഖാന്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യണം. ഉണ്ടാക്കി എത്ര കൂട്ടം കിട്ടിയിട്ടുണ്ട് കാണിച്ചു തരാം. എന്താ ചേന കിട്ടിയിട്ടുണ്ട്. കുംഭമാസമല്ലേ, അപ്പോൾ നമുക്ക് നടാനൊക്കെ ആയിട്ട് കൃഷിഭവൻ ഫ്രീ ആണ് കേട്ടോ. നമ്മുടെ നികുതി അടച്ച രസീത് മാത്രം കൊടുത്താൽ മതി. ആരുടെ പേരിലാണോ നമ്മുടെ ഭൂമി ഉള്ളത് അതും. അപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാവും, 25 സെൻറ്റ് മിനിമം വേണം, അപ്പോൾ അല്ലാത്തവർക്ക് എങ്ങനെ കിട്ടുകയെന്ന്. അപ്പോൾ നമുക്കിവിടെ കൂട്ടുകാരൊക്കെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, ആ കൂട്ടുകാർക്ക് ഇത്ര സ്ഥലമുള്ളവരാണെങ്കിൽ അവർ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് 1-2 കഷ്ണം നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്കൊരു പരസ്പര സ്നേഹവും സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ അയൽപ്പക്കത്തുള്ളവരുണ്ട്, നമ്മളൊക്കെ കമ്പനി ഉണ്ടെങ്കിൽ, നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു സൗഹൃദം നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. ഇത് ചേമ്പാണ് കേട്ടോ. കണ്ടോ, ചേന, ചേമ്പ്, പിന്നെ ഇഞ്ചി, മഞ്ഞൾ, ഇങ്ങനെ കൂട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചേന, ചേമ്പ്, ഇത് വേർതിരിക്കാൻ കുറച്ച് സമയം എടുക്കും, ഇഞ്ചിയും മഞ്ഞളൊക്കെ ഉണ്ടാവും. അപ്പോൾ വിത്തിഞ്ചി, ഈ ഇഞ്ചി തന്നെ മേടിക്കണമെങ്കിൽ നമുക്ക് കൊടുക്കണം പൈസ അത്യാവശ്യം. ഞാൻ ഒരു കൊല്ലം ഇഞ്ചി മേടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിക്ക് വിത്തിഞ്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര വില. അപ്പോൾ ഇതേ കണ്ടോ, ഇത് കറി വയ്ക്കാൻ പറ്റില്ല, കാരണം എന്തെങ്കിലും മരുന്നിൽ മുക്കിയതൊക്കെയാവും. അപ്പോൾ ഇത് നമുക്ക് നടാനായിട്ട്, ഇതൊക്കെ ഗ്രോ ബാഗിൽ നട്ടാൽ നല്ലതാട്ടോ. ഇഞ്ചി എനിക്ക് കുറച്ചും കൂടിയും അതായിട്ടാണ് തോന്നിയത്. പിന്നെ നമ്മുടെ കരിയില കമ്പോസ്റ്റിൻ്റെ വീഡിയോ കാണാത്തവർ കാണണം. ആ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഏത് കുഴിയെടുത്താലും ഈ കമ്പോസ്റ്റാണ്ട് നിറച്ചാൽ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അത് ഇല്ലാത്തവർ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കാണണം. ഈ കുംഭമാസത്തിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 2-3 ദിവസമൊക്കെ മഴ പറയുന്നുണ്ടല്ലോ കാലാവസ്ഥ. അപ്പോൾ പെയ്ത് കഴിഞ്ഞ് നമുക്ക് കുഴിയെടുത്തിടാം. കുഴിയെടുത്തിട്ടിട്ട് നമുക്കതിൽ ചപ്പ് ചവറും ഡോളമേറ്റൊക്കെ ഇട്ടിട്ട് കുഴിയൊന്ന് ഒരുക്കി വയ്ക്കാം. ഇപ്പോൾ ഈ ചേന നമുക്ക് മുറിച്ചിട്ട് നടാട്ടോ. അതിന് മുമ്പ് പച്ച ചാണകവെള്ളം ഉണ്ടെങ്കിൽ അതിൽ കലക്കിയിട്ട് ഇത് മുക്കി വയ്ക്കുക. അല്ലെങ്കിൽ സുഡാമോണസ് വെള്ളത്തിൽ ഇതൊന്ന് മുക്കി വെച്ചിട്ട് പിന്നെ നടുമ്പോൾ ഇത് നന്നായിട്ട് പറ്റും. ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചൊറിയാത്ത ചേനയാവും. ചൊറിയാത്ത തരം ചേന ഇപ്പോൾ കിട്ടാനുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചേനകൾ ചൊറിയില്ലോ. പിന്നെ മഞ്ഞൾ ഇതിൻ്റെ ഇടയിൽ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ പെരിച്ചായയുടെ ശല്യമൊക്കെ മാറും. പെരിച്ചായ ശല്യം മാറാൻ വേറൊരു മരുന്നും കൂടി ഉണ്ട് കേട്ടോ. ഈ മൂവൊക്കെ ഇല്ലേ, അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് ആ കുഴിയുടെ അവിടെ ഓട്ടയുടെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പെരിച്ചായ ശല്യം വരില്ല. അപ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ കുഴിയെടുത്തിട്ടിട്ട് അതിൽ ഒരു 5-6 ദിവസം ഡോളമേറ്റ് അടിച്ച് ട്രീറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ചപ്പ് ചവറൊക്കെ വെച്ച് കുറച്ച് അടിവളമൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് നടാം. അപ്പോൾ നമുക്ക് നടുന്ന വീഡിയോ നമ്മൾ പിന്നെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ.